ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. ഞാനെങ്ങനെ സാമ്പാർ റെഡിയാക്കാൻ നോക്കാം. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒരുപോലെ പറ്റിയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോസൊക്കെ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. സിമ്പിളായിട്ടുള്ള വീഡിയോസാണ്, കുട്ടി വ്ളോഗാണ് കേട്ടോ ഇന്നത്തത്. അപ്പോൾ ഞാൻ ലഞ്ചിന് വേണ്ടി സാമ്പാർ റെഡിയാക്കാൻ എഴുതിയിട്ടുണ്ടായി കേട്ടോ. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ അടുത്ത് തീർന്നു പോയിട്ടുണ്ടായിനി, അപ്പോൾ ഞാൻ 2 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശൻ്റെ കൂടെയും അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് സാമ്പാറാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ 3 നേരം അതന്നെ മതിയല്ലോ. ലഞ്ചിനും ഡിന്നറിനൊക്കെ സാമ്പാർ, ദോശയ്ക്കും സാമ്പാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിതിന്ന്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇതുപോലെ രാവിലെ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ അടുത്തുള്ള കുറച്ച് കുമ്പളങ്ങ, പിന്നെ മത്തന്, വെണ്ട, മുരിങ്ങക്കായ്, കോവക്ക, തക്കാളി, കുറച്ച് പയർ, സവോള, ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ അടുത്തുള്ള. ഇത്രയും മതി. എല്ലാ വെജീസൊന്നും വേണമെന്നില്ലല്ലോ, നമുക്ക് നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ മതി കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കുമ്പോൾ ചിലപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേറെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെജീസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഈ പരിപ്പൊക്കെ ഒന്ന് കുക്ക് ചെയ്തപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയല്ലേ. എനിക്കിതുപോലെ വൈകുന്നേരം തന്നെ ഞാനിതുപോലെയൊക്കെ ലഞ്ചിനുള്ളതും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ വെജീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ വേഗം തന്നെ ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഈ മുരിങ്ങാക്കായ് ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കായ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി ടൈമിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ഇത്രയും മതി. പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. വേറെ കാര്യം തക്കാളി, മത്തന്, കുമ്പളങ്ങ ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ നന്നായി വെള്ളമുണ്ട്. ആ വെള്ളം തന്നെയാണ് കേട്ടോ. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മുരിങ്ങക്കായും കൂടിയും ചേർക്കാം. പരിപ്പ്, ചെറുപയർ, കടല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചുടുവെള്ളത്തിലിട്ട് കഴുകായിരിക്കും കേട്ടോ നന്നാവുക. ഞാനങ്ങനെ ചെയ്യൽ, നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയൊക്കെ ചെയ്യുക. എന്നാലും ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. പിന്നെ അതിലൊക്കെ കളറും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ. പിന്നെ ഞാൻ ഈ ഒരു തേങ്ങ കുറച്ച് അരച്ചെടുക്കാൻ എഴുതിയിട്ടുണ്ടോ സാമ്പാറിലേക്ക്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നോവ സാമ്പാർ പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സാമ്പാർ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മിക്സിൻ്റെ കുറച്ചും കൂടി വെള്ളം മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതി. എന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാമ്പാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിടാം. വറവിടുമ്പോൾ ഞാൻ ആദ്യം തന്നെ വെണ്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. വെണ്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഉലുവ അതൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക. എന്നാലേ അതിൻ്റെ ആ ഒരു പശ പോലത്തെ ആ സംഭവമൊക്കെ പോയി കിട്ടുള്ളൂ കേട്ടോ. വറുത്തെടുക്കുമ്പോൾ ഇത് സാമ്പാറിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി
നമ്മളെ വറ്റൽ മുളകില്ലേ, ഉണക്കമുളക്, അതും കൂടി ചേർക്കുക. എത്ര പണിയുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തിക്നെസ് കുറക്കാൻ വേണ്ടി കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത്ര മതി എഴുതിയിട്ട് പിന്നെ ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, കുറച്ചധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവും എഴുതിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇത്രയും മതി. അപ്പോൾ ഇന്നത്തെ സാമ്പാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കാം കേട്ടോ. ഇതുപോലത്തെ റെസിപ്പി, സിമ്പിളായിട്ടുള്ള റെസിപ്പി അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.